ജോസേ, ഇനിയും 15 മിനിറ്റ് ഉണ്ടല്ലോ, ഇത്ര വേഗം ബ്ലാസ്റ്റ് ചെയ്തോ? എന്തുപറ്റി ജോസേ? സാർ, അവരൊരു കോഫി ഷോപ്പിന് മുന്നിൽ കാർ നിർത്തിയിട്ട് രണ്ടുപേരും കൂടി അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോ ബോംബോ? പാവയെ കാറിൽ തന്നെ വെച്ചേക്കാണ് സാർ. പ്ലാൻ പൊളിയുന്ന ലക്ഷണമാണ് സാർ. ഇനിയിപ്പോ 15 മിനിറ്റ് അല്ലേ ഉള്ളൂ, എന്ത് ചെയ്യും? താൻ വേഗം അവിടേക്കല്ലേ, അവരെന്താ ചെയ്യുന്നത് നോക്ക്. എങ്ങനെയെങ്കിലും 15 മിനിറ്റിനുള്ളിൽ രണ്ടിനെയും തിരികെ കാറിൽ കയറ്റാനുള്ള വഴി നോക്ക്. ഞാൻ ഹോൾഡ് ചെയ്യാം. സാറേ, അവരെന്തോ കഴിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് വന്ന് ഇരുന്നിട്ടുണ്ട് രണ്ടുപേരും. ഇനിയിപ്പോ സമയമില്ലല്ലോ, അവരെ തിരികെ കാറിലെത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക് ജോസേ, വേഗം. സർ, നിധി കോഫിയാണോ അതോ ടീ ആണോ? ഗൗതമനല്ലേ ചായ കുടിക്കണമെന്ന് പറഞ്ഞത്, അപ്പൊ പിന്നെ ചായ തന്നെ ആയിക്കോട്ടെ. ഓക്കെ, 2 ചായ, അത് മാത്രം മതി. ശരി സർ. എന്തായടോ, വല്ലതും നടക്കുവോ? അതോ ആ ബോംബ് തനിച്ച് കാറിലിരുന്ന് പൊട്ടുവോ? സാർ, അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഗൗതം, ഞാനിപ്പോ വരാമേ. എന്തു പറ്റി? എവിടെ പോവാ? അതെ, പാവക്കുട്ടി കാറിനകത്തിരിക്കുവോ, ഞാൻ പോയി എടുത്തിട്ട് വരാം. പാവ എടുക്കാനോ? എന്തിന്? നിനക്ക് എന്തു പറ്റി നിധി? അതെ, നമുക്ക് പിറക്കാൻ പോകുന്നത് മോളാണെന്നല്ലേ പറഞ്ഞത്. അപ്പോ നമ്മുടെ മോളെ എങ്ങനെ കാറിൽ തനിച്ചിരുത്താമോ? ഓ, വട്ടായോ നിധി നിനക്ക്? മറ്റൊന്നുമല്ല, എന്തോ ഒരു ശകുനം പോലെ നമ്മുടെ കയ്യിൽ കിട്ടിയതല്ലേ ആ പാവക്കുട്ടിയെ. അതോർത്തപ്പോ കാറിൽ അതിനെ തനിച്ചിരുത്തിയിട്ട് വന്നത് ശരിയായില്ല എന്നൊരു തോന്നല്. അയ്യേ, അത് വെറും ഒരു പാവയല്ലേ.